അസ്സലാമു അലൈക്കും. നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ സാധനങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ കുത്തി നിറക്കാതിരിക്കുക, അത് തന്നെയാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങുമ്പം ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ ഉള്ള പച്ചക്കറി ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങുക. കൂടുതൽ വാങ്ങാതിരിക്കുക. വാങ്ങുന്ന സാധനങ്ങൾ പച്ചക്കറി തീരണ ആ സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ക്ലീനാക്കാൻ നോക്കുക. എപ്പോഴും ഒരു നനഞ്ഞൊരു ടർക്കിൻ്റെ ഒരു കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് തുടച്ചാൽ മതി. ഇത് ഒരാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ചെയ്താൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരികയില്ല. നമ്മളെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജ് കാലി കുറച്ച് സാധനങ്ങളാകുമ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തുടച്ചിട്ടാൽ പിന്നെ നമുക്ക് പച്ചക്കറി കൊണ്ടുവരുമ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നിൽക്കും. ഒരു വിധം കഴിയുന്നുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഒന്നും അതിൽ വെക്കാതിരിക്കുക കാരണം നല്ലത്. പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വെക്കുക എന്നല്ലാതെ വേവിച്ച സാധനങ്ങളൊന്നും കഴിയുന്നതും അതിൽ കൊണ്ടുപോയി വെക്കാതിരിക്കാൻ നോക്കുക. പിന്നെ എന്ത് സാധനം വെക്കുമ്പോഴും ബാക്കിയുള്ള എന്ത് വെക്കുകയാണെങ്കിലും അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയിൽ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതതിൽ വീണൊന്നും നമ്മൾ കാണൂല. അത് അതേപോലെ കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കും, പോയ്സണൊക്കെ ആവും. അപ്പോൾ നമ്മൾ പച്ചക്കറി കൊടുന്ന ഇതേപോലത്തെ ബോക്സുകളിലാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടിരിക്കും. ചില ആൾക്കാരുണ്ട് കവറിലാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ തിരികെ വെക്കണ പരിപാടി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെക്കുകയോ ചെയ്യാതെ ഓരോന്നിനും ഓരോ പാത്രത്തിലാക്കി വെച്ചാൽ കുറേ ദിവസം കേടുവരാതിരിക്കുകയും ചെയ്യും, നീറ്റായിട്ടിരിക്കും. ഞാൻ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ ഇതേപോലെ ഒരു കടലാസിൻ്റെ ബോക്സിലാക്കിയിട്ടാണ് വെക്കുക. അല്ലാത്തതൊക്കെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് മുറിച്ച വെജിറ്റബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞ് ഒരു ബോക്സിലാക്കി വെക്കും. അപ്പോൾ ഒരുപാട് ദിവസം കേടുവരാതെ വെക്കും. ഈ കരിവേപ്പില മല്ലിച്ചപ്പൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ ഒരു പേപ്പറൊക്കെ വെച്ചാൽ കുറേ ദിവസം കേടുവരാതിരിക്കും. പിന്നെ അതേപോലെ ക്യാരറ്റും ബീട്രൂട്ടും എപ്പോഴും ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കൽ. ഒരു ദിവസത്തിന് മാത്രമല്ല, പച്ചക്കറികൾ മാത്രമേ തലേ ദിവസം ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാറുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ തുടച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരികയില്ല. എന്തെങ്കിലും കറിയൊക്കെ വെക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ചിന്തിയാൽ അപ്പം തന്നെ അതൊരു നനഞ്ഞ ശീലെടുത്ത് തുടച്ചാൽ വൃത്തിയോടുകൂടി നിൽക്കും. ഇനി എപ്പോഴും എടുക്കണ സാധനങ്ങൾ ഇതേപോലെ ഡോറിലാണ് വെക്കുക. പച്ചമുളകും തക്കാളിയും പാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കണ സാധനങ്ങൾ ഞാൻ ഡോർമലാണ് വെക്കൽ. അപ്പം പെട്ടെന്ന് ഇതെപ്പോഴും ഇങ്ങനെ ഈ ബോക്സ് തുറന്നുകൊണ്ട് നിൽക്കണ്ടല്ലോ, എന്നാലേ അങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ നിങ്ങളും ചെയ്താൽ നിങ്ങളുടെ ഫ്രിഡ്ജും ക്ലീനായിട്ട് തന്നെ എപ്പോഴും നിൽക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ശരി.